മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പം അവിടെ ശരണ്യ അമ്മയെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അങ്ങോട്ട് വരികയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, അച്ഛാ ഇതാണ് ശരണ്യ, ഇത് ശരണ്യയുടെ അമ്മയാണെന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ശരണ്യ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, മോളെക്കുറിച്ച് അലീന എപ്പോഴും പറയും, എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് പറയാറുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ശരണ്യയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, എനിക്ക് മോളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. മോള് കാരണമാണ് എൻ്റെ മോൻ രക്ഷപ്പെട്ടത്. മോള് അന്ന് കോടതിയിൽ വന്ന് സത്യം പറയാൻ കാണിച്ച ധൈര്യം, ആ ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ ഇപ്പോഴും ജയിലിൽ കിടന്നേനെ എന്ന് പറയാണ് ബാലചന്ദ്രൻ. എൻ്റെ മോൻ മോളോട് ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നതെന്ന് പറയാണ്. അപ്പം ശരണ്യ പറയാണ്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, ഇവിടുത്തെ കൊച്ച് എൻ്റെ മോളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഒരു വാക്ക് കൊണ്ട് പോലും അവളോട് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, മോളോട് ഏതെങ്കിലും രീതിയിൽ എൻ്റെ മോൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോള് ക്ഷമിക്കണം, അവനെ ശപിക്കില്ലെന്ന് പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ശരണ്യയുടെ കൈ വെച്ചിട്ട് പറയാണ്, മോള് നന്നായി വരുമെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മയ്ക്കും അതുപോലെ ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോളുടെ കാര്യത്തിനെല്ലാം ഞങ്ങളുണ്ടല്ലോ എന്ന് ബാലചന്ദ്രൻ പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആ ഓട്ടോക്കാരൻ ഷാജി എന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരണ്യ പറയാണ്, പുറത്തിരിപ്പുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഷാജിയെ കാണാൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമോളും ബബിതയും കൂടെ ശരണ്യയുടെ അമ്മയടുത്തും ആഹാരം കഴിക്കാൻ പറയാണ്. അങ്ങനെ അവർ പോയി കൈ കഴുകിയിട്ടൊക്കെ വരികയാണ്. അപ്പോൾ അവരെ മടിച്ചാണ് ഇരിക്കുന്നത്. കാരണം അവർ ഇത്രയും വലിയൊരു വീട്ടിലും കയറിയിട്ടില്ല, അവിടെ നിന്ന് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം മടിച്ചിരിക്കുമ്പോൾ ശരണ്യയുടെ അടുത്ത് ബബിതയും കൃഷ്ണമോളും കൂടെ നിർബന്ധിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ ആഹാരം കഴിച്ചോളാൻ ഇങ്ങനെ തലയൊണ്ടാട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയാണെങ്കിൽ ആഹാരം കഴിക്കുകയാണ്. കൃഷ്ണമോളും ബബിതയും കൂടെ ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ഈ സമയത്ത് ഷാജി പുറത്തിരിപ്പുണ്ട്. ഷാജിയുടെ കൂടെ തന്നെ രോഹിത് ഇരിപ്പുണ്ട്. അപ്പോഴാണ് രോഹിത്തിന് ഫോൺ വന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ അകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. അപ്പം നേരെ വരുന്നത് ഷാജി അടുത്തോട്ടാണ്. ഷാജിയാണെങ്കിൽ ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ എണീക്കുന്നുണ്ട്. അപ്പം ഷാജി എന്നാണോ പേരെന്ന് ചോദിക്കണം ബാലചന്ദ്രൻ. അപ്പം അതേന്ന് പറയാണ്. എന്നെ അറിയാമോയെന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിലൊരു രൂപമുണ്ടായിരുന്നു. കുറേ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു രക്ഷകനായി ഒരാൾ വരുന്നു. ആ രക്ഷകൻ വന്ന് ആ പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന ആ രൂപം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേ ഷാജി പറയാണ്, ഞാൻ അങ്ങനെയൊന്നും വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. അന്ന് ആ കൊച്ച് അവിടെ വന്നപ്പം എല്ലാവരും കൂടെ അതിനെ കൊല്ലാൻ നോക്കി. കൂട്ടമായി ചേർന്ന് അതിനെ ആക്രമിക്കാൻ കണ്ടപ്പോൾ അതിനെ അവർക്ക് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല, അങ്ങനെ രക്ഷിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അങ്ങനെ ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് രക്ഷിക്കാൻ തോന്നിയൊരു മനസ്സുണ്ടല്ലോ, ആ ഷാജിയുടെ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ലെന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഷാജി ആകെപ്പാടെ ഞെട്ടിയിരിക്കുകയാണ്. ഷാജി വിചാരിക്കുന്ന വലിയ വീട്ടിലുള്ള ആൾക്കാരൊന്നും നന്നായിട്ട് സംസാരിക്കത്തില്ല, നന്നായിട്ട് പെരുമാറത്തില്ല എന്നുള്ള ഒരു ഭാവമായിട്ടാണ് ഷാജി ഇരിക്കുന്നത്. അപ്പം ഈ സമയത്താണ് ബാലചന്ദ്രനൊക്കെ വന്ന് ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഷാജി ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ വന്ന് ഷാജി അടുത്ത് നന്ദിയൊക്കെ പറയുമ്പോൾ ഷാജി ആകെപ്പാടെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഷാജി എന്താ ഇവിടെ നിൽക്കുന്നത്, അകത്തോട്ട് കയറാൻ ഞാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. ആരും വിളിച്ചില്ല, എന്താ ഷാജി അകത്തോട്ട് വരാഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പം ഷാജി പറയാണ്, എന്നെ വന്ന് വിളിച്ചായിരുന്നു, ഞാനാ പറഞ്ഞത് ഇവിടെ ഇരിക്കാമെന്ന്. അകത്തോട്ട് കയറിയാൽ എന്താ ഷാജി, വാ, അവരെല്ലാം ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുന്നത്, ഷാജിയും വാ ആഹാരം കഴിക്കാമെന്ന് പറയാണ്. വേണ്ട സാറേ, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്കിതാ ഇഷ്ടം, ഇപ്പോഴൊന്നും ഞാൻ ആഹാരം കഴിക്കത്തില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ കുറേ നിർബന്ധിക്കുന്നുണ്ട്, വാ ഷാജി വന്ന് ആഹാരം കഴിക്കാൻ പറയാണ്. അപ്പം ഷാജി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും ആഹാരം കഴിക്കത്തില്ലേ ഷാജി എന്ന് ചോദിക്കാണ്ട്. അതുകൊണ്ടല്ല സാറേ, ഞാനിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ, ഇപ്പം എനിക്ക് ആഹാരം വേണ്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോഴങ്ങനെ കഴിക്കാറില്ല എന്നൊക്കെ ഷാജി പറയുന്നുണ്ട്. അവസാനം ഷാജി വരുന്നില്ലെന്നാണ് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ അകത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഷാജിയുടെ ഓട്ടോയുടെ പുറയിൽ രക്ഷകൻ എന്ന് എഴുതിയേക്കുന്നത് ബാലചന്ദ്രൻ കാണുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ അതിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. അകത്താണെങ്കിൽ ശരണ്യയുടെ അമ്മയും ആഹാരമൊക്കെ കഴിക്കുകയാണ്. അവരിങ്ങനെ ഞെട്ടലോടെ നിൽക്കുകയാണ്. കാരണം ഈ വീട്ടിൽ വന്ന് ഇത്രയും നല്ലൊരു സ്വീകരണം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവർ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം അതിനുശേഷം അലീന അടുത്ത് വരുന്നുണ്ട്. അപ്പം അലീന അടുത്ത് വന്ന് ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ ഇറങ്ങുവാണെന്ന് പറയുകയാണ്. അപ്പം ചേച്ചി ഇനി എന്നാ അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ്.
ഞാൻ പനി മാറുമ്പോഴത്തേക്കും മോളെ കാണാൻ അങ്ങോട്ട് വരാം എന്ന് പറയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മയും പറയുന്നുണ്ട്, മോൾ അങ്ങോട്ട് വരണേ, ഇല്ലെങ്കിൽ ഇവള് ഞങ്ങൾക്ക് ആർക്കും ഒരു സമാധാനം തരുത്തില്ല, മോള് ഇവളെ കാണാനായിട്ട് അങ്ങോട്ട് വരണേ എന്ന് പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അങ്ങോട്ട് വരാമേ, ഉറപ്പായിട്ടും വരാം എന്ന് പറയുകയാണ്. ആഹാരമൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, കഴിച്ചു മോളെ, ഇവർ ഇത്രയും നന്നായിട്ട് ഇവർ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, പേടിച്ച് ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, എല്ലാവരും നല്ലവരാ, നല്ല സ്നേഹമുള്ളവരാണെന്ന് പറയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ വന്നപ്പോൾ അത് ബോധ്യമായെന്ന് പറയാണ്. ഇറങ്ങുക മോളെ എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ അമ്മ ഇറങ്ങുവാണ്. ശരണ്യയാണെങ്കിൽ അപ്പോഴും അലീനയെ കുറേ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വരണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. രോഹിത്ത്, ബബിത, കൃഷ്ണമോളും ഉണ്ട്. അപ്പം അവരോടൊക്കെ യാത്ര പറഞ്ഞ് ശരണ്യയുടെ അമ്മ ഇറങ്ങുവാണ്. ശരണ്യയുടെ അമ്മ പറയുകയാണ്, ഞങ്ങൾ പേടിച്ച് ഇങ്ങോട്ട് വന്നത്, ഇവിടെ ഉള്ളവർ എങ്ങനെ ഞങ്ങളോട് പെരുമാറുമെന്ന് അറിയത്തില്ല, മാത്രമല്ല ഇത്രയൊരു വീട്ടിൽ ഞങ്ങൾ പോയിട്ടുമില്ല, അവിടെ ഉള്ളവർ നമ്മളെ എങ്ങനെ കാണുമെന്ന് ഒരു പേടിയായിരുന്നു. ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ട് വന്നത്, ഇവിടെ വന്ന് ആഹാരം കഴിക്കണമെന്നോ ചായ കുടിക്കണമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അലീനെ കണ്ടിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. മാത്രമല്ല വേലക്കാരിയായ കൊച്ചിനോട് നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതിനെ കാണാൻ വരുന്ന ഞങ്ങളോടും എങ്ങനെ പെരുമാറുമെന്ന് പേടിയുണ്ടായിരുന്നു. ആ പേടിയായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം എല്ലാം മാറി. നിങ്ങൾ അലീനെ ഒരു ചേച്ചിയുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി. അപ്പം കൃഷ്ണമോള് പറയാണ്, അലീന ചേച്ചി ഞങ്ങളുടെ ചേച്ചിയെ പോലെ തന്നെ, ഞങ്ങളുടെ ചേച്ചി തന്നെയാണെന്ന് പറയാണ്. അലീന ചേച്ചിക്ക് ഇഷ്ടമുള്ളവരെല്ലാം ഞങ്ങൾക്കും ഇഷ്ടമാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷവുമാണ്, ശരണ്യയുടെ അമ്മയ്ക്കും സന്തോഷവുമാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, ഞങ്ങൾ ഇറങ്ങിയ മക്കളെ എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണ പറയാണ്, ഇനിയും വരണേ ശരണ്യെ, ഇനിയും വരണേ ഇങ്ങോട്ട്, അലീന ചേച്ചിയെ കാണാൻ മാത്രമല്ല ഞങ്ങളെ കാണാനും വരണം എന്ന് പറയാണ്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, വരുന്നുണ്ട്, ഇനി ഞാൻ വരുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഓട്ടോയ്ക്കകത്ത് കയറി പോവുകയാണ്. ഓട്ടോയിൽ കയറി ശരണ്യ പോകുമ്പോഴും ശരണ്യ ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബബിതയും കൃഷ്ണമോളും ഒക്കെ ടാറ്റ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് രോഹിത്തിന് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു കൊച്ചിനെയാണല്ലോ എല്ലാവരും കൂടെ ചതിച്ചത്, അതിന് ഒരു ചെറിയ രീതിയിലും തൻ്റെ പങ്കുണ്ടല്ലോ എന്നൊക്കെ ഒരു വിഷമം രോഹിത്തിന് അപ്പോഴും ഉണ്ട്. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ പോയ ഉടനെ ബബിതയെടുത്ത് പറയാണ്, ഈ പാവം കൊച്ചിനെയാണല്ലോ ആര്യേട്ടൻ ചതിച്ചെന്ന് പറയാണ്. ഇത്രയും നല്ലൊരു കൊച്ചിനെ കിട്ടിയിട്ട് അതിനെ കൈവിട്ട് കളഞ്ഞല്ലോ, അതിനെ ചതിച്ചല്ലോ എന്നിങ്ങനെ കൃഷ്ണ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിത പറയാണ്, ഹരിക്ക് അങ്ങനെയൊന്നുമില്ല, അവനെ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചതിക്കും എന്ന് പറഞ്ഞിട്ട് അവർ കയറി പോവുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് ഇങ്ങനെ ശരണ്യ പോയ വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഹിത്തിന് നല്ല സങ്കടമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു കൊച്ചിനെയാണല്ലോ എല്ലാവരോടും ചതിച്ചത്. മാത്രമല്ല തന്നോട് ശരണ്യ ഒരു ദേഷ്യവും കാണിച്ചിട്ടില്ല എന്ന് രോഹിത്തിനും അറിയാം. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ രോഹിത്തിനൊരു സങ്കടമുണ്ട്. അകത്താണെങ്കിൽ അലീന ഭയങ്കര സന്തോഷത്തിലാണ് ശരണ്യെ കാണാൻ വന്നതും ശരണ്യ ആ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചതും എല്ലാവരോടും സംസാരിച്ചതെല്ലാം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ മുറിയിലിരുന്ന് ഇങ്ങനെ ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ബബിതയും കൃഷ്ണമോളും കൂടെ കയറി വന്നത്. അപ്പം എന്താ ചേച്ചി ആലോചിക്കുന്നതെന്ന് കൃഷ്ണമോൾ ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, ശരണ്യ ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, ആ കൊച്ചിന് എന്തൊരു സ്നേഹമാണ് ചേച്ചിയോട്, ചേച്ചി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു, അപ്പോഴത്തേക്ക് ഞങ്ങളെ ഒന്നും വേണ്ട എന്ന് കൃഷ്ണമോൾ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയൊന്ന് പിണങ്ങുന്നുണ്ട്. കുറച്ച് സ്നേഹം ഞങ്ങൾക്കൂടെ തരണേ എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ കവിളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഞങ്ങൾക്കും കൂടെ കുറച്ച് സ്നേഹം മാറ്റി വെക്കണേ, ശരണ്യക്കെല്ലാം കൊടുത്ത് കളയല്ലേ എന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട്. അപ്പം ബബിതയാണെങ്കിൽ ഇങ്ങനെ അലീനയെ നോക്കുന്നുണ്ട്. അപ്പം അലീനയെടുത്ത് ബബിതയും പറയുന്നുണ്ട്, കൃഷ്ണ പറഞ്ഞാൽ എന്താ തെറ്റ്, ആ കൊച്ചിന് എന്തൊരു സ്നേഹമാണ് അലീന ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര സ്നേഹമാണ് അത് അലീന ചേച്ചിയെ കാണാൻ ഇവിടെ വന്ന്, അത് ഭയങ്കര അത്ഭുതമായിപ്പോയെന്ന് ബബിതയും പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയാണ്, ചേച്ചി എല്ലാവരെയും മയക്കി വെച്ചേക്കുക, ആ കൊച്ചിനെ ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്നാണ് ഷാജിയേട്ടൻ പറഞ്ഞത്, അത് ഭയങ്കര ബഹളമായിരുന്നെന്ന്. അപ്പം ബബിത പറയാണ്, എല്ലാവരെയും മയക്കി വെച്ചേക്കുക എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അലീനയോട് സംസാരിച്ചിട്ട് അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് ശരണ്യയും അമ്മയും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം ഇത്രയും സമയമായിട്ട് അവരെ കാണാത്തതുകൊണ്ട് അവിടെ ശരണ്യയുടെ അച്ഛനും ഗോപാലകൃഷ്ണനും കൂടെ കാത്തിരിക്കുകയാണ്. ഇത്രയും താമസിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ആയി കാണുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് ശരണ്യയുടെ അമ്മയും ശരണ്യയും കൂടെ വന്നിറങ്ങുന്നത്. അപ്പം അകത്തേക്ക് വരുമ്പം തന്നെ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര താമസിച്ചെന്ന് ചോദിക്കുകയാണ്. അത് അവിടെ നിന്ന് ഇറങ്ങാൻ താമസിച്ചു, അങ്ങനെ വീടിനകത്തേക്ക് കയറുകയാണ്. അപ്പം ഗോപാലകൃഷ്ണൻ വന്ന് ശരണ്യയുടെ അമ്മയെടുത്ത് ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്, പിന്നെ എന്താ ഇത്ര താമസിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, പേടിച്ചാണ് പോയെങ്കിലും അവിടെ ചെന്നപ്പോൾ
ഇങ്ങനൊന്നും അല്ലായിരുന്നു അവരുടെ പെരുമാറ്റം. ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു. ഞങ്ങൾ തന്നെ ആകപ്പാടെ ഞെട്ടിപ്പോയെന്ന് പറയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുകയാണ്, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞങ്ങൾ ചെന്നപ്പം അവർ വഴക്കുണ്ടാക്കുമെന്നോ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ ഭയന്നിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ചായ ഇട്ട് തരികയും ഞങ്ങൾക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വന്നതെന്ന് പറയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുകയാണ്, ചോറൊക്കെ കഴിച്ചോ? ആ, അവരെന്ത് സ്നേഹമായിരുന്നെന്നറിയാവോ? ചോറ് കഴിക്കാതെ അവർ വിടത്തില്ല. അവരുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരാനും തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയാണ്, അവരുടെ സ്നേഹത്തിൽ കൂടുതൽ മതിമറന്നങ്ങ് പോകല്ലേ എന്ന് പറയാണ്. കൂടുതൽ അങ്ങ് മയങ്ങി പോകല്ലെന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അപ്പം ശരണ്യയുടെ അമ്മ പറയാണ്, അങ്ങനല്ലടാ, അവർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം ഗോപാലകൃഷ്ണൻ പറയാണ്, രോഹിത് ഇല്ലായിരുന്നോ? അവനില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരണ്യയുടെ അമ്മ പറയാണ്, ഉണ്ടായിരുന്നു. അവൻ സംസാരിച്ചില്ലേ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അവൻ സംസാരിച്ച്, നന്നായിട്ട് ആ കുട്ടി സംസാരിച്ചത്. ആ കുട്ടി എങ്ങനെ ഈ കൂട്ടത്തിൽ പെട്ടുപോയെന്ന് ഞാൻ ചിന്തിച്ചു പോയെന്ന് പറയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുകയാണ്, അതൊക്കെ പോട്ടെ, അലീന എങ്ങനെ ഇരിക്കുന്നത്? അലീന അവിടെ സുഖമായിട്ടിരിക്കുകയാണോ? എങ്ങനെയുണ്ട് പനിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, ഞാൻ വിചാരിച്ചത് വേലക്കാരി ആയതുകൊണ്ട് അടുക്കളയുടെ അപ്പുറത്ത് ഏതെങ്കിലും ചായപ്പിലെങ്ങാനും ആയിരിക്കും കിടക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല. അവിടെ വലിയൊരു മുറിയിൽ എല്ലാ സൗകര്യത്തിൽ കൂടെയാണ് അലീന അവിടെ താമസിക്കുന്നത്. മാത്രവുമല്ല, ആ പിള്ളേരുണ്ടല്ലോ, രോഹിത്തിൻ്റെ സഹോദരിമാർ, എല്ലാം ഉണ്ടാക്കി ചായയും കാപ്പിയും കഞ്ഞിയും എല്ലാം ഉണ്ടാക്കി അലീനയുടെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കും. അവർ തന്നെയാണ് അലീനയെ നോക്കുന്നത്. എന്തൊരു സ്നേഹമെന്നറിയാമോ? രോഹിത്തിനും അനിയത്തിമാർക്കും ഒക്കെ അലീനയോട് ഭയങ്കര സ്നേഹമാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ അലീനയുടെ സഹോദരങ്ങളാണെന്നേ തോന്നത്തുള്ളൂ. അത്രയ്ക്ക് സ്നേഹമാണ് അവർക്ക്. അലീനയെ ഒരു വേലക്കാരിയായിട്ടല്ല അവർ കണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ചേച്ചിയുടെ സ്ഥാനത്താണ് അവർ മൂന്നുപേരും അലീനയെ കണ്ടിരിക്കുന്നതെന്ന് ശരണ്യയുടെ അമ്മ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛൻ ആകപ്പാടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ ഗോപാലകൃഷ്ണൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല.